അതൊരു കാലമായിരുന്നു. മുറ്റത്തെ കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന, പുഴയിൽ വെള്ളം കുറഞ്ഞ് മണൽത്തിട്ടകൾ തെളിയുന്ന മീനമാസത്തിലെ ഉച്ചകൾ. അന്നൊക്കെ വലിയ തറവാടുകളിലെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുത്തശ്ശിമാർ ഒരു കഥ പറയുമായിരുന്നു. വിഷുവിൻ്റെ കഥ. അത് വെറുമൊരു ആഘോഷത്തിൻ്റെ കഥയല്ല, മറിച്ച് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഒരു വലിയ പ്രണയത്തിൻ്റെ കഥയാണ്. പണ്ട് പണ്ട് മനുഷ്യർ നക്ഷത്രങ്ങളെ നോക്കി വഴി കണ്ടെത്തിയിരുന്ന കാലം. അന്ന് നമ്മുടെ പൂർവികർ ഒരു കാര്യം ശ്രദ്ധിച്ചു. വർഷത്തിൽ 2 തവണ പകലും രാത്രിയും ഒരുപോലെ വരുന്നു. അതിലൊന്നാണ് നമ്മുടെ വിഷു. വിഷുവം എന്നാൽ തുല്യമായത് എന്നർത്ഥം. പക്ഷേ വിഷുവിൻ്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് കൃഷിയിടങ്ങളിലാണ്. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് വിഷു എന്നാൽ പ്രതീക്ഷയുടെ വിത്തായിരുന്നു. വിഷു തലേന്ന് രാത്രി ഓരോ കർഷകനും തൻ്റെ വിത്തുപെട്ടികൾ തുറന്നു വയ്ക്കും. വിഷു പകർച്ച എന്നൊരു മനോഹരമായ ചടങ്ങുണ്ടായിരുന്നു അന്ന്. കയ്യിലുള്ള വിത്തുകൾ അയൽക്കാർക്കും ബന്ധുക്കൾക്കും പങ്കുവെക്കുന്ന ഒരു രീതി. എൻ്റെ മണ്ണിൽ വിളയുന്നത് നിനക്കും നിന്റേത് എനിക്കും എന്ന വലിയൊരു സ്നേഹത്തിൻ്റെ പാഠം ആ വിത്തുമാറ്റത്തിനുണ്ടായിരുന്നു. വിഷു ദിവസം പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് മണ്ണ് കീറി ആദ്യത്തെ വിത്തിടുമ്പോൾ അവർ ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ മണ്ണ് തരുന്ന കനിയാണ് പിന്നീട് നമ്മൾ വിഷുക്കണിയായി ഒരുക്കുന്നത്. കഥകളിൽ പറയുന്നത് അഹങ്കാരിയായ രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ്. എന്നാൽ രാവണന്റെ അഹങ്കാരം അവസാനിച്ച ആ മേടം 1-ാം തീയതി സൂര്യഭഗവാൻ തന്റെ പൂർണ്ണ തേജസ്സോടെ കിഴക്കുദിച്ചു. പ്രകൃതി ഒന്നടങ്കം ആ വെളിച്ചത്തെ സ്വീകരിച്ചു. അന്നു മുതൽ നമ്മൾ ആ ദിവസത്തെ വെളിച്ചത്തിന്റെ ഉത്സവമായി ആഘോഷിക്കാൻ തുടങ്ങി. പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന ആ സുദിനത്തെ നമ്മൾ പുതുവർഷമായി വരവേറ്റു. പിന്നെ നരകാസുരന്റെ കഥ. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ അസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചപ്പോൾ ആ ഇരുട്ട് നീങ്ങിയതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്. മനസ്സിനുള്ളിലെ തിന്മയെ ദഹിപ്പിച്ച് നന്മയുടെ തിരിതെളിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. കണ്ണടച്ച് കണി കാണുമ്പോഴും കൈനീട്ടം വാങ്ങുമ്പോഴും നമ്മൾ കൈമാറുന്നത് വെറും പണമല്ല, വരാനിരിക്കുന്ന നല്ലൊരു കാലത്തോടുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിഷു ആഘോഷിക്കുമ്പോൾ ആ പഴയ കഥകൾ കൂടി ഓർക്കാം. ഇത് വെറും ഒരു അവധി ദിവസമല്ല, മറിച്ച് മണ്ണും വെളിച്ചവും മനുഷ്യ മനസ്സും ഒന്നാകുന്ന അത്ഭുതമാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.